ഞാൻ എത്ര കൊല്ലമായിട്ട് ഈ പുത്തൂരിൽ കടന്നടങ്ങുകയാണ് 10-30 വർഷക്കാലത്ത് അനുഭവം ഉണ്ടാവും. ഇങ്ങനെ ഞാൻ ഈ വീട് കണ്ടിട്ടില്ല, ഇങ്ങനെ ഞാൻ ഈ സ്ഥലവും കണ്ടിട്ടില്ല. അതിമനോഹരമായ കാഴ്ച. ഇനി അങ്ങോട്ട് കയറി സുവോളജിക്കൽ പാർക്കിലേക്ക് അകത്തേക്ക് കിടക്കുമ്പോൾ അത് കാണാൻ പോകുന്നത് വേറൊരു വിസ്മയങ്ങളുടെ ലോകമാണ്. യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർക്കാര് പലപ്പോഴും ഏറ്റവും വികാരപരമായി കാണാറുള്ള ചിലത് ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള പ്രശ്നം വരുള്ളൂ. അതിനൊന്നായിരുന്നു ഡബിൾ ഡെക്കർ. ഈ ഡബിൾ ഡെക്കറിന്റെ ചെലവ് എത്ര എന്നുള്ളതല്ല, ഞങ്ങൾക്ക് ഡബിൾ ഡെക്കർ ഇല്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജനപ്രതിനിധികളെല്ലാം കൂടി നിയമസഭ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നിരുന്നു. ഈ മണ്ഡലത്തിലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ. അപ്പോൾ അവരെല്ലാം ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിട്ട് വന്ന് നിന്ന് സത്യത്തിൽ നമ്മളോട് പറയാണ്, നിങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടേക്ക് ഒരു ഡബിൾ ഡെക്കർ കിട്ടിയില്ലല്ലോ. ഞാനും ആലോചിച്ചു, നമ്മുടെ ഒരു ജ്യേഷ്ഠൻ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഒരു ഡബിൾ ഡെക്കർ സംഘടിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള പ്രശ്നം വരും. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സുവോളജിക്കൽ പാർക്ക് എന്ന ഒരു സംവിധാനത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആശയം കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു. നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, മന്ത്രിയോട് പറഞ്ഞ് മണിക്കൂറുകൾക്കൊക്കെ ഓർഡർ ഇടുകയാണ്. സുവോളജിക്കൽ പാർക്കിലേക്കുള്ള യാത്ര മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇന്നതാണ് നോക്കുന്നത്. ഇതിന് ടിക്കറ്റ് എടുത്ത് വരുന്നവന് അതിനുള്ളിൽ കാണാനുള്ള ടിക്കറ്റ് വേറെ എടുക്കണമെങ്കിലും ഇപ്പോൾ ഈ വണ്ടിയിൽ കയറിയാൽ അതിൻ്റെ ആകാശ കാഴ്ചകൾ മനോഹരമായിട്ടൊന്ന് കണ്ടുവരാം. അതൊരു സൗന്ദര്യമായിരിക്കും. കാരണം സുവോളജിക്കൽ പാർക്കിൻ്റെ ഒരു ലക്ഷ്യം തന്നെ പിന്നെ മൃഗങ്ങളെ കാണൽ മാത്രമല്ല, മൃഗങ്ങളും പ്രകൃതിയും എല്ലാം കൂടി ചേരുന്ന ഒരു സംവിധാനം കാണലാണ്. വളരെ സന്തോഷം. ഇന്നിപ്പോൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ട് രാജൻ മിനിസ്റ്റർ എൻ്റെ സ്വന്തം അനിയനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ഡബിൾ ഡെക്കർ വേണമെന്ന് പറഞ്ഞു. നമ്മളത് വാങ്ങി. അതിനകത്തൊന്നും ആശങ്ക വേണ്ട. കാരണം KSRTC ജീവനക്കാർക്കും അറിയുന്നവർക്കും അറിയാം, 1.5 കോടിക്ക് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 10-12 മാസത്തിനുള്ളിൽ ഇത് ലാഭത്തിലാണ്. ആ വണ്ടിയിൽ നിന്ന് തന്നെ, അല്ല വേറെ വണ്ടിയുടെ പൈസ എടുത്ത് ഇതിനകത്തിടെയല്ല, ആ വണ്ടി ലാഭത്തിലാകാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭാവിയിൽ ഒന്നിലധികം വണ്ടികൾ തൃശ്ശൂരിൽ ഓടാൻ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു മനസ്സിലെ ഒരു ബിസിനസ് കാൽക്കുലേഷൻ. ഇക്കാര്യം നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡ് കാണാൻ 2 മാസമായില്ലെന്ന് തോന്നുന്നു. 2 മാസമായിട്ടുള്ളൂ. അതിനിടയിൽ മണ്ണ് പരിശോധന പൂർത്തിയായി. ഇനി അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ മതി. ഡിസൈൻ റെഡിയായി, പണം അനുവദിച്ചുള്ള AS കാര്യങ്ങളെല്ലാം, പേപ്പർ വർക്കെല്ലാം ശരിയായി. ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ച് ടെൻഡർ കൊടുത്തു. അയാൾ 40 ദിവസത്തിനുള്ളിൽ അയാൾ പൊളിച്ചു മാറ്റി ഫൈൻ ക്ലോസ് ആണ്. അങ്ങോട്ട് ഫൈൻ തരണം, നമുക്ക് ഓരോ ദിവസം ഇങ്ങോട്ട് പൈസ തരണം. അപ്പോൾ ആ നിലയിലാണ് KSRTC മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് പൊളിച്ചു മാറ്റും. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു നവംബർ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കോൺടാക്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെൻഡർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളെല്ലാ പേപ്പറും എല്ലാം. ഇത് മാത്രമല്ല, കേരളത്തിൽ 6-7 ബസ് സ്റ്റേഷനുകൾ പുതുക്കി പണിയും. എല്ലാം ഈ പറഞ്ഞ ഒരു വിമാനത്താവളത്തിൻ്റെ സ്റ്റാൻഡേർഡാണ് നമ്മൾ. ഞാൻ പണ്ടും പറയും, ഒരു വിമാനത്താവളം പണിയാൻ ശ്രമിച്ചാലേ ഒരു റെയിൽവേ സ്റ്റേഷനെങ്കിലും ആവും എന്ന് പറയാറുണ്ട്. പക്ഷേ നല്ല രീതിയിലാണ്, മനോഹരമായ പ്ലാനാണ്. അദ്ദേഹം ഇന്ന് പുറത്ത് വിടും. അതിൻ്റെ ഡബിൾ ഡെക്കർ ബസ് ട്രയൽ റൺ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയായിരുന്നു. ഇവിടെ സുവോളജിക്കൽ പാർക്ക് ആരംഭിച്ചപ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശത്തിന് വേണ്ടി അദ്ദേഹവുമായി നേരത്തെ സംസാരിച്ചിരുന്നു. ഇതിനകത്ത് 4.5 കിലോമീറ്ററിലധികം യാത്രയുണ്ട് എന്നുള്ളതുകൊണ്ട് ആവശ്യക്കാർക്ക് ഇടവേളയിൽ കയറാനും ഇറങ്ങാനും പറ്റുന്ന വിധത്തിൽ 3 KSRTC ബസ്സുകൾ തുടർച്ചയായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുക. കണ്ടക്ടർ ഉണ്ടാകില്ല. ഒരു പൊതുസംഖ്യ അതിനടക്കേണ്ടി വരും. എവിടെ നിന്നും കയറാം, എവിടെയും ഇറങ്ങാം. ഒരു ദിവസത്തേക്ക് ഒരു തവണ പണം കൊടുത്താൽ മതി എന്നുള്ള നിലവാരത്തിലാണ് നമ്മളത് തയ്യാറാക്കിയത്. അന്നൊരാശയം ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ളതുപോലെ ഒരു ഡബിൾ ഡെക്കർ ബസ് തൃശ്ശൂരിലും. പക്ഷെ അത് അത്ര എളുപ്പം സാധ്യമാകുമോ എന്നറിയില്ല. നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നിയമസഭ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ ചെന്ന് ഒരു നിവേദനം എന്നുള്ള നിലയിൽ, സാധാരണ മന്ത്രിമാരും നിവേദനം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കത്ത് കൊടുത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പം തന്നെ MD വിളിച്ചു വരുത്തി ഇന്ന് തന്നെ ബസ്സിന് ഓർഡർ ചെയ്യണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു. 1.5 കോടി രൂപ ചിലവ് വരും. അത് KSRTC ഏത് വിധത്തിലാണെങ്കിൽ സംഘടിപ്പിച്ചെടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് KSRTCയുടെ MD ഇപ്പോൾ അറിയിച്ചു. അദ്ദേഹം തന്നെ ഇന്ന് നേരിട്ട് വന്ന് കേബിളും ഇലക്ട്രിക് ലൈനും ഒക്കെ എങ്ങനെ മാറ്റിയാലാണ് ഇത് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കണം എന്ന് കരുതി അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടെ ഈ യാത്രയിൽ പരിശോധന നടത്തി. തൃശ്ശൂരിനൊരു പുതിയ അത്ഭുതമായിട്ട് 2026 ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി, ജനുവരി മാസത്തിൽ, ദിവതിയൊന്നും ഇപ്പോൾ പറയണ്ട, ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി അത് സമ്മാനിക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പുതുവത്സരത്തിൽ പുത്തൂരിലേക്ക് മാത്രമല്ല തൃശ്ശൂരിൻ്റെ നഗര കാഴ്ചകൾ കാണാനുള്ള ഒരവസരം നമുക്കുണ്ടായതിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യങ്ങൾ ഉന്നയിച്ച് കാലങ്ങളോളം കാത്തിരിക്കുക എന്നുള്ള ശീലമല്ല, പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകം ഓർഡർ കൊടുത്തു.
അത് വരുന്ന സമയം ജനുവരിയാണെന്ന് അറിയിച്ചു. അപ്പോൾ തന്നെ യാത്ര നടത്തി ഇലക്ട്രിസിറ്റിയുടെ ജീവനക്കാരുൾപ്പെടെയുള്ള കേബിൾ ജീവനക്കാരും പഞ്ചായത്ത് കോർപ്പറേഷൻ ജീവനക്കാരും ഉൾപ്പെടെ അതിൽ യാത്ര ചെയ്തു ജനപ്രതിനിധികളോടൊപ്പം. അതാത് സ്ഥലങ്ങളിൽ ഇപ്പോൾ KSRTC അടയാളപ്പെടുത്തിയിട്ടുണ്ട് എവിടെയെല്ലാമാണ് മാറ്റേണ്ടതെന്ന്. അവരുമായി സംസാരിച്ച് ഏറ്റവും കൂടുതൽ വേഗതയിൽ മാറ്റും. ഇങ്ങോട്ട് കിടക്കുന്ന റോഡ് 15 മീറ്റർ ആവുകയാണ്. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം 2 സൈഡിലേക്ക് മാറും. അതുകൂടി കഴിയുമ്പോൾ വളരെ സൗകര്യമാകും. പുത്തൂർ പഞ്ചായത്തിനും മാത്രമല്ല തൃശ്ശൂരിൻ്റെ പൗരാവലിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദി ബഹുമാനപ്പെട്ട മന്ത്രിയോട് രേഖപ്പെടുത്തുന്നു. യാത്ര കൊള്ളാം. ഈ കേബിളുകളൊക്കെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് യാത്ര വളരെ സ്ലോ ആയതിൻ്റെ കാരണം കേബിൾ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ കേബിളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വണ്ടി വളരെ വേഗത്തിൽ, കുറച്ചുകൂടെ വേഗത്തിൽ, ഒരു 10-15 മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ എത്താൻ പറ്റും. കാരണം അത് ഈ കേബിൾ നമ്മൾ നോക്കി ഡ്രൈവർ വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വരെ ആ കേബിളിനെ ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവർ ഒരു ശ്രമപ്പെട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് മാറുന്നതോടുകൂടി വളരെ വേഗത്തിൽ, കുറച്ചുകൂടെ വേഗത്തിൽ വണ്ടി എത്തും. പിന്നെ ഇനി മിനിസ്റ്ററായിട്ട് ആലോചിച്ചിട്ട് അദ്ദേഹം ഈ വേറെ ടൂറിസം എന്തെങ്കിലും ഇത് വരുന്ന വഴിക്ക് വേറെ സ്പോട്ടുകളോ എല്ലാം കാണാനുണ്ടോ. ഇപ്പോൾ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രം അങ്ങനെ ചുറ്റി വരികയാണ്. അപ്പോൾ റൗണ്ട് ചുറ്റി വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കൂടി വേറെ സമീപത്ത് കാണാനുണ്ടോ, സമീപത്തുണ്ടോ എന്നുള്ളതിനെ അദ്ദേഹം ആലോചിച്ചിട്ട് KSRTC ഉദ്യോഗസ്ഥരുമായിട്ട് ജീവനക്കാരുമായിട്ട് ആലോചിച്ചിട്ട് അവർ റൂട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരും.